ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന 10ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററായ ട്രിഗ്നോമെട്രി അഥവാ ത്രികോണമിതിയിലെ 2ാമത്തെ ഭാഗമാണ് പഠിക്കുന്നത്. ഇവിടെ ഒരു വലിയ ചതുരവും ഒരേ വലിപ്പത്തിലുള്ള 2 ചെറിയ ചതുരങ്ങളും തന്നിട്ടുണ്ട്. ഈ 2 ചെറിയ ചതുരങ്ങളുടെ വികരണത്തിൽ കൂടെ, അതായത് ഡയഗണലിൽ കൂടെ കട്ട് ചെയ്യുമ്പോൾ 4 ത്രികോണങ്ങൾ കിട്ടും, 4 ട്രയാങ്കിൾസ് കിട്ടും. ആ 4 ട്രയാങ്കിൾസ് ആണ് ഇതും. അതെല്ലാം കൂടെ അറേഞ്ച് ചെയ്ത് നടുക്കത്തെ വലിയ ചതുരം ഈ ചതുരമാണ്. അപ്പോൾ ഇവിടെ ഒരു സമഷഡ്ഭുജമാണ് കിട്ടിയിരിക്കുന്നത്. 6 സൈഡ്സ് ഉള്ള റെഗുലർ ഹെക്സഗണാണ് ഇത്. ഇതിൻ്റെ ഓരോ സൈഡിൻ്റെയും ലെങ്ത് 30 സെന്റിമീറ്റർ ആണെങ്കിൽ ഈ 2 റെക്റ്റാങ്കിളുകളുടെയും ഈ 2 ചതുരങ്ങളുടെയും നീളവും വീതിയും കണ്ടുപിടിക്കണം. ഈ സമഷഡ്ഭുജത്തിന്റെ അഥവാ റെഗുലർ ഹെക്സഗണിന്റെ ഓരോ സൈഡും 30 സെന്റിമീറ്റർ ആണെങ്കിൽ ഈ സൈഡും 30 സെന്റിമീറ്റർ തന്നെയല്ലേ. ഇത് വികരണത്തിൽ കൂടെ മുറിച്ചാണല്ലോ ഈ 2 ത്രികോണങ്ങൾ കിട്ടിയത്. ഇത് ഞാൻ കട്ട് ചെയ്താണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഈ ട്രയാങ്കിളിനെ ഇങ്ങനെ ചേർത്ത് വെച്ചപ്പോഴല്ലേ ഈ ഒരു വശം കിട്ടിയത്. അതേപോലെ ഇതും കിട്ടുമല്ലോ. ഇങ്ങനെ ചേർത്ത് വെച്ചപ്പം ഈ സൈഡ് കിട്ടി, ഇങ്ങനെ ചേർത്ത് വെച്ചപ്പം ഈ വശം കിട്ടി. അപ്പൊ ഈ വികരണത്തിന്റെ നീളം, അതായത് വികരണത്തിന്റെ നീളമാണല്ലോ 30 സെന്റിമീറ്റർ അല്ലെ. ഈ ഇത് വികരണമാണ്, അതാണ് 30 സെന്റിമീറ്റർ. ഇതൊരു സമഷഡ്ഭുജമാണ് തന്നിട്ടുണ്ട്. അതായത് സമഷഡ്ഭുജത്തിന്റെ ഓരോ കോണിന്റെയും അളവ് എത്രയാണ്? സമഷഡ്ഭുജത്തിന്റെ റെഗുലർ ഹെക്സഗണിന്റെ ഓരോ കോണും 120 ഡിഗ്രിയാണ് അല്ലെ. അപ്പൊ നമുക്ക് ഈ ഒരു ഭാഗം മാത്രം, നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ ആണ് എടുക്കുന്നത്, അതിന്റെ ഈ ഒരു കോൺ മാത്രം, ടോട്ടൽ ആണല്ലോ 120. അപ്പൊ ഇത് മാത്രം എത്ര വന്നു? 60 ഡിഗ്രി വന്നു അല്ലെ. അപ്പൊ 60 ഡിഗ്രി ആണെങ്കിൽ മറ്റേ കോൺ, ഞാൻ ആ ഒരു റൈറ്റ് ട്രയാങ്കിൾ മാത്രം വരയ്ക്കുകയാണ്. ഇവിടെ 60 ഡിഗ്രിയാണ്. അപ്പൊ ഇത് എത്രയായിരിക്കും? 30 ആയിരിക്കും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ച റേഷ്യോ ഓർക്കുന്നുണ്ടോ? 30, 60, 90. 30, 60, 90 ഒരു മട്ടത്രികോണത്തിലെ കോണുകളുടെ അളവുകളാണെങ്കിൽ അവയ്ക്കെതിരെയുള്ള വശങ്ങളുടെ അംശബന്ധം 1:√3:2 ആണ്. ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ഈ വശം 30 തന്നിട്ടുണ്ടല്ലോ. ഈ വശം വികരണമായിട്ടാണ് വരുന്നത്, അത് 30 തന്നിട്ടുണ്ട് അല്ലെ. അത് ആരുടെ ഓപ്പോസിറ്റ് ആണ്? അപ്പൊ ഇതല്ലേ 30 സെന്റിമീറ്റർ, അത് ആരുടെ ഓപ്പോസിറ്റ് ആണ്? 90ന്റെ എതിർവശത്ത് കിടക്കുന്നതാണ്. അപ്പൊ 90ന്റെ എതിർവശത്ത് 30 തന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ നേർപകുതിയാണല്ലോ 30ന്റെ എതിർവശത്ത്. ഇപ്പൊ 30ന്റെ പകുതി 15. ഇനി ഇവിടെ 1 ഇവിടെ 1√3. അപ്പൊ ഇവിടെ 15 ആണെങ്കിൽ ഇവിടെ 15√3. അതായത് 30 ഡിഗ്രി കോണിന്റെ നേരെ എതിർവശത്തിന്റെ നീളം 15 സെന്റിമീറ്റർ ആണ്. ഇവിടെ ഇതല്ലേ 30, ആ 30ന്റെ നേരെ എതിർവശം, അതായത് ഇതാണ് 15. ഇനി 60ന്റെ നേരെ എതിർവശത്തെ നീളം 15√3. നമ്മുടെ 60 കോൺ ഇതാണ്, ഇതിന്റെ നേരെ എതിർവശത്ത് കിടക്കുന്നത് 15√3. മനസ്സിലായല്ലോ. ഇനി ഇതിൽ നിന്ന് ഈ 2 ചതുരങ്ങളുടെയും എല്ലാ വശവും കിട്ടുമോ എന്ന് നോക്കാം. നമുക്ക് ഈ വലിയ ചതുരത്തിന്റെ ഒരു വീതി എന്ന് പറയുന്നത് 30 സെന്റിമീറ്റർ ആണ്, ബ്രെഡ്ത്ത് 30 സെന്റിമീറ്റർ ആണ്. ഇനി ഈ ഹൈറ്റ് വേണം. ഈ ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ 60ന്റെ നേരെ എതിർവശത്ത് എത്രയാ കിട്ടിയത്? 15√3. അത് ഇതിന്റെ നേർ പകുതിയേ വരുന്നുള്ളൂ. ഇനി ഇങ്ങോട്ടും കൂടെ അതേപോലെ വന്നു കഴിയുമ്പോഴാണല്ലോ ആ ചതുരം കംപ്ലീറ്റ് ആകുന്നത്, ചതുരത്തിന്റെ ഒരു വശം കംപ്ലീറ്റ് ആകുന്നത്. അപ്പൊ ഇതും 15√3 തന്നെയല്ലേ. 15√3 15√3 കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 15√3 പ്ലസ് 15√3, 15 15 30, 30√3 എന്ന് എഴുതാമല്ലോ. അപ്പൊ ഇവിടെ ഇത് 30√3 എന്ന് കിട്ടി. അപ്പൊ ഈ വലിയ ചതുരത്തിന്റെ, വലിയ റെക്റ്റാങ്കിളിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും കിട്ടിയല്ലോ. നീളം 30√3, വീതി 30. ഇനി ചെറിയ റെക്റ്റാങ്കിൾ, ചെറിയ ചതുരത്തിന്റെ നീളവും വീതിയും വേണം. അപ്പോൾ ഇങ്ങനെയാണല്ലോ നമ്മുടെ ചെറിയ ചതുരം വരുന്നത്.
അല്ലെ. അപ്പൊ ഇതാണല്ലോ വീതി, ഇത് നീളം. അപ്പൊ ഇത് എത്ര വന്നു? 15√3. അതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്ത് 15 ഒന്നും കിട്ടി. ഈ 15 കിട്ടി. അപ്പൊ ഈ രണ്ട് ചതുരങ്ങളുടെയും നീളവും വീതിയും കിട്ടിയല്ലോ. ഇനി ഏരിയ കാണാനും ഇതേ അംശബന്ധം വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അതും കൂടെ പറയാം. അടുത്തതായി ഈ ഒരു ചോദ്യത്തിൽ ഇതൊരു സമപാർശ്വ ത്രികോണമാണ്, ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. കാരണം രണ്ട് വശങ്ങളുടെ നീളങ്ങൾ തുല്യമാണ്. ആ തുല്യമായ രണ്ട് വശങ്ങൾ ചേരുന്ന ഭാഗത്തുള്ള കോണിന്റെ അളവ് തന്നിട്ടുണ്ട് 120 ഡിഗ്രി. ഇതിന്റെ പരപ്പളവ് അഥവാ ഏരിയ ആണ് കാണേണ്ടത്. അപ്പോൾ ഇതും നമുക്ക് അംശബന്ധം ഉപയോഗിച്ച് തന്നെയാണ് ചെയ്യുന്നത്. ഇത് മുഴുവനും കൂടെ 120 ഡിഗ്രി ആകുമ്പോൾ ഓരോന്നും 60 വെച്ചാണല്ലോ, ഓരോന്നും 60 ഡിഗ്രി. അപ്പൊ ഇത് എത്രയായിരിക്കും? 30 ഡിഗ്രി. അപ്പൊ നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ട അംശബന്ധം എന്താണ്? 30 ഡിഗ്രിയുടെയും 60 ഡിഗ്രിയുടെയും 90 ഡിഗ്രിയുടെയും എതിരെയുള്ള വശങ്ങളുടെ നീളം 1:√3:2 ആയിരിക്കും. ഇതാണ് റേഷ്യോ അല്ലെ. അപ്പോ ഇവിടെ എന്തിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്നതാണ് 4 സെന്റിമീറ്റർ തന്നിരിക്കുന്നത്? 90യുടെ ഓപ്പോസിറ്റ് ആണ് 4 സെന്റിമീറ്റർ. അപ്പൊ 90യുടെ നേരെ താഴെ 4 എഴുതുക. ഇവിടെ അതിന്റെ നേർ പകുതിയായിരിക്കും 30ന്റെ നേരെ താഴെ എഴുതേണ്ടത്. അതായത് 30ന്റെ നേരെ എതിർവശത്ത് ഓപ്പോസിറ്റ് സൈഡിന്റെ ലെങ്ത് 2 സെന്റിമീറ്റർ. അപ്പൊ 30ന്റെ നേരെ എതിർവശത്ത് കിടക്കുന്ന ലെങ്ത് എന്ത് കിട്ടി നമുക്കിപ്പോ? 2 സെന്റിമീറ്ററിന് കിട്ടി. ഇനി 60ന്റെ നേരെ ഓപ്പോസിറ്റ് എന്ത് വരും? ഇവിടെ 1 ആണെങ്കിൽ 1√3, 2 ആണെങ്കിൽ 2√3. അപ്പൊ ഇത് എത്ര കിട്ടി? 60ന്റെ നേരെ ഓപ്പോസിറ്റ് എന്ത് കിട്ടി? 2√3 എന്ന് കിട്ടി അല്ലെ. അപ്പൊ നമുക്ക് ഇതും അതേ അളവ് തന്നെയാണല്ലോ, കാരണം ഇവിടെ 60 ഡിഗ്രിയാണ്, ഇത് 4 സെന്റിമീറ്ററും ആണ്. അപ്പൊ ഇതും 2√3 തന്നെയല്ലേ അല്ലെ. ഇനി നമുക്ക് ഏരിയ എങ്ങനെ കാണാം? ഏരിയ ഓഫ് എ ട്രയാങ്കിൾ അഥവാ ത്രികോണത്തിന്റെ പരപ്പളവ് എങ്ങനെയാണ് കാണുന്നത്? ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ്. ഹാഫ് പാദം ഗുണം ലംബം ആണല്ലോ. അപ്പൊ ഹാഫ് ഇൻറ്റു പാദം അഥവാ ബേസ് എത്ര വരും? ഇവിടെ 2√3. ഈ ഇടതുവശത്ത് കിടക്കുന്ന ത്രികോണത്തിന്റെ ബേസ് 2√3, വലതുവശത്ത് കിടക്കുന്ന 2√3. അപ്പൊ 2√3 പ്ലസ് 2√3 അല്ലേ പാദം അഥവാ ബേസ്. അപ്പൊ 2√3 പ്ലസ് 2√3 എത്ര വന്നു? 4√3 വന്നു. അപ്പൊ ഈ പാദം അഥവാ ബേസിന് എന്തെഴുതാം? 4√3 എന്ന് എഴുതാം. ഇൻറ്റു ലംബം അഥവാ ഹൈറ്റ് എത്രയാണ്? 2 ആണ്. ഇനി ഈ 2ഉം 2ഉം ക്യാൻസൽ ആയി പോയല്ലോ. 1 × 4√3 എത്രയാണ്? 4√3. ഏരിയയാണ് അഥവാ പരപ്പളവാണ്. അപ്പം സ്ക്വയർ സെന്റിമീറ്റർ എന്ന് എഴുതാം. ഇനി പേജ് നമ്പർ 102ലെയും 103ലെയും ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യത്തില് 2 പടങ്ങൾ തന്നിട്ടുണ്ട്. രണ്ടും സാമാന്തരികമാണ്, പാരലോഗ്രാം ആണ്. ഇതിന്റെ ഏരിയ അഥവാ പരപ്പളവാണ് കാണേണ്ടത്. ആദ്യത്തെ സാമാന്തരികത്തില് നമുക്ക് ത്രികോണമാണെങ്കിൽ മട്ടത്രികോണം അഥവാ റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ മാത്രമേ നമുക്ക് ആ റേഷ്യോ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഫോം ചെയ്യുകയാണ്. അതായത് ഇതിന്റെ ഹൈറ്റ് നമ്മൾ വരയ്ക്കുകയാണ് അഥവാ ഉയരം നമ്മൾ അങ്ങോട്ട് വരയ്ക്കുകയാണ്. ഇപ്പൊ നമുക്കൊരു മട്ടത്രികോണം കിട്ടിയില്ലേ? ഈ ഇടതുവശത്ത് ഒരു മട്ടത്രികോണം കിട്ടി. ഇത് 45 ആണ്. അപ്പൊ ഇതും 45 വരത്തുള്ളൂ. അപ്പൊ നമുക്ക് അംശബന്ധം ഒന്ന് എഴുതി നോക്കാം. 45 90. നമുക്ക് അംശബന്ധം അറിയാം. റേഷ്യോ എന്താണ്? 1:1:√2. ഇനി നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് 90യുടെ നേരെ എതിർവശത്ത് കിടക്കുന്ന 2 സെന്റിമീറ്റർ. ഈ പാദമായിട്ട് കിടക്കുന്ന ബേസ് ആയിട്ട് കിടക്കുന്ന മുഴുവനും കൂടെയാണ് 4 സെന്റിമീറ്റർ. അത് എടുക്കരുത്. കാരണം ഈ മട്ടത്രികോണം അത് റൈറ്റ് ട്രയാങ്കിളിലെ വശങ്ങളെ എടുക്കാവുള്ളൂ. അപ്പൊ 90യുടെ ഓപ്പോസിറ്റ് 2 സെന്റിമീറ്റർ. അതുകൊണ്ട് 90യുടെ ഓപ്പോസിറ്റ് 2 താഴെ 2 എഴുതുക. ഇവിടെ 1:1√2 ആണ് കിടക്കുന്നത്. പക്ഷെ നമ്മളിപ്പോ 2 സെന്റിമീറ്റർ ഇതിനകത്ത് റൂട്ട് ഇല്ല അല്ലെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചതാണ്. ഇതിനെ √2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ 2/√2 എന്ന് കിട്ടിയല്ലോ. 2/√2 എന്താണ്? 2/√2. ഡിനോമിനേറ്റർ അഥവാ ഛേദത്തിൽ റൂട്ട് ഇടത്തില്ല. അപ്പൊ നമ്മൾ മുകളിലും താഴെയും √2 കൊണ്ട് ഗുണിക്കുന്നു. ഇനി മുകളിലെ തമ്മിൽ ഗുണിക്കുമ്പോൾ 2√2 വരും.
താഴത്തെ തമ്മിൽ ഗുണിക്കുമ്പോൾ √2 വരും. ഈ 2ഉം 2ഉം ക്യാൻസൽ ആയിട്ട് ബാക്കി എന്ത് വന്നു? √2 വന്നു. അപ്പൊ ഈ 2/√2ന് പകരം നമുക്ക് √2 എന്ന് എഴുതാവല്ലോ. അപ്പൊ ഇവിടെ എന്ത് കിട്ടിയോ അത് തന്നെയല്ലേ ഇപ്പുറത്തും. അപ്പൊ ഇതും √2 ആണ്. അപ്പൊ ഉയരം എത്ര വന്നു? √2 എന്ന് കിട്ടി അല്ലേ. 45ന്റെ എതിർവശത്തത് √2 എന്ന് കിട്ടി. ഇനി നമുക്ക് ഒരു പരപ്പളവ്, സാമാന്തരികത്തിന്റെ പരപ്പളവ് അഥവാ പാരലോഗ്രത്തിന്റെ ഏരിയ ആണ് വേണ്ടത്. ഒരു സാമാന്തരികം അഥവാ പാരലോഗ്രത്തിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കാണുന്ന എങ്ങനെയാ? പാദം ഗുണം ലംബം, ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പൊ ബേസ് ഇവിടെ എത്രയാണ്? ബേസ് ടോട്ടല് പാദം തന്നിട്ടുണ്ട് 4 സെന്റിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ഇപ്പൊ നമുക്ക് കിട്ടി √2. 4 ഇൻറ്റു √2 എത്രയാണ്? 4√2. ഇവിടെ ഏരിയ അഥവാ പരപ്പളവാണ്. അപ്പൊ എന്തെഴുതും? സ്ക്വയർ സെന്റിമീറ്റർ, ചതുരശ്ര സെന്റിമീറ്റർ. മനസ്സിലായില്ലേ? ഇനി അതേപോലെ തന്നെ നമുക്ക് ഇതും കൂടെ കണ്ടുപിടിക്കണം. ഇവിടെ എന്താണ്? വശങ്ങളുടെ നീളങ്ങളിൽ വ്യത്യാസമില്ല, പക്ഷെ കോണിന്റെ അളവ് 60 ഡിഗ്രിയാണ്. ഇവിടെ 45ആയിരുന്നു. അപ്പൊ നമ്മളിവിടെ ആദ്യം ലംബം വരച്ച് മട്ടത്രികോണം കാണണം. നമുക്ക് ഇങ്ങനെ ലംബം വരച്ച് മട്ടത്രികോണം ഉണ്ടാക്കി ഇവിടത്തെ റേഷ്യോ എന്താണ്? 30, 60, 90 ആണ് അല്ലെ. ഇത് 60 ആണ്. അപ്പൊ മറ്റേത് 30. അപ്പൊ റേഷ്യോ എന്താണ്? അംശബന്ധം 1:3:2 ആണ്. ഇനി ഈ 90ന്റെ നേരെ എതിർവശത്ത് കിടക്കുന്നതല്ല 2, അത് തന്നെയല്ലേ ഇവിടെ ഉള്ളത്. അപ്പൊ ഈ റേഷ്യോ ഇനി മാറ്റേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ 30ന്റെ എതിർവശത്ത് 1 സെന്റിമീറ്റർ, അത് നമുക്ക് ആവശ്യമില്ല. കാരണം പാദം ഗുണം ലംബമാണ്. അപ്പൊ എന്താ? ലംബത്തിന്റെ നീളം മാത്രം മതി, ഹൈറ്റ് മാത്രം മതി. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ചുമന്ന വരയാ. അത് ആരുടെ ഓപ്പോസിറ്റാ? ഈ 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റാ. 60ന്റെ നേരെ താഴെ എഴുതിയിരിക്കുന്നത് എന്താ? √3. അപ്പൊ ഇതിന്റെ നീളം എത്ര വന്നു? √3 വന്നു. ഇനി നമുക്ക് ഈ സമവാക്യത്തിൽ ഇട്ട് നോക്കാം. ഇവിടെ പാദം എത്രയാണ്? 4 ആണ്, ബേസ് 4 ആണ്, ഇൻറ്റു ഹൈറ്റ് എത്രയാണ് ഇപ്പൊ കിട്ടിയത്? √3. അപ്പൊ 4√3 എന്ന് എഴുതാമല്ലോ. 4√3 സ്ക്വയർ സെന്റിമീറ്റർ അഥവാ ചതുരശ്ര സെന്റിമീറ്റർ. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം എന്താന്ന് നോക്കാം. രണ്ടാമത്തെ ചോദ്യത്തില് 3 ത്രികോണങ്ങളുടെ പടം തന്നിട്ടുണ്ട്. 3ന്റെയും ബേസ് അഥവാ പാദം സെയിം ആണ്, 3 സെന്റിമീറ്റർ. ഒരു വശം 2 സെന്റിമീറ്റർ ആണ്. പക്ഷെ ഇവിടെ കോണുകളുടെ അളവുകൾ വ്യത്യാസമാണ്. ആദ്യത്തേൽ 30, രണ്ടാമത്തേൽ 60, മൂന്നാമത്തേൽ 45. പിന്നെ ഇവിടെ ഏരിയ അഥവാ പരപ്പളവാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഞാനിവിടെ 3 ഫിഗറിലും ലംബങ്ങൾ അഥവാ ഹൈറ്റ് വരച്ചിട്ടുണ്ട്, റെഡ് കളറിൽ വരച്ചിട്ടുണ്ട്. കാരണം നമുക്ക് അംശബന്ധം ഉപയോഗിച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പൊ മട്ടത്രികോണം അഥവാ റൈറ്റ് ട്രയാങ്കിൾ വേണം. നമ്മുടെ ഈ 3 ട്രയാങ്കിളും റൈറ്റ് ട്രയാങ്കിൾ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ ലംബം വരച്ചിട്ടാണ് നമ്മൾ അതിനകത്ത് ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ടാക്കുന്നത്. ഇനി ആദ്യത്തെ പടത്തിൽ 30 ഡിഗ്രിയാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഉപയോഗിക്കേണ്ട റേഷ്യോ അഥവാ അംശബന്ധം 30, 60, 90 കോണുകൾ വരുമ്പോൾ അതിന്റെ എതിർവശങ്ങൾ 1:√3:2 ആയിരിക്കും. അതാണ് അംശബന്ധം. രണ്ടാമത്തേൽ 60 ഡിഗ്രിയാണ് തന്നിരിക്കുന്നത്. അപ്പോഴും നമ്മൾ അതേ അംശബന്ധം തന്നെ എടുക്കണം. മൂന്നാമത്തേൽ 45 ഡിഗ്രിയാണ് തന്നിരിക്കുന്നത്. അപ്പൊ 45 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രി അവയ്ക്കെതിരെയുള്ള വശങ്ങളുടെ അംശബന്ധം 1:1:√2 ആണ്. അപ്പൊ റേഷ്യോ 3ന്റെയും ഞാൻ എഴുതിയിട്ടുണ്ട്. ഇനി ഏരിയ ആണ് കാണേണ്ടത്. നമുക്കറിയാം ഏരിയ കാണാനുള്ള സമവാക്യം എന്ന് പറഞ്ഞാല് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഇത് ത്രികോണമാണ് അല്ലെ, ത്രികോണമാണ് അല്ലെ. അതായത് ഹാഫ് ഇൻറ്റു പാദം ഗുണം ലംബം ആണല്ലോ. ഇവിടെ ലംബം ഒന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അതായത് ചുവന്ന വരയുടെ നീളങ്ങൾ കണ്ടുപിടിക്കണം. ഈ ചുവന്ന വര, ആദ്യത്തേൽ ചുവന്ന വര 30ന്റെ എതിർവശത്താണ് കിടക്കുന്നത്. പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന 90ന്റെ എതിർവശത്ത് 2 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പൊ 90ന്റെ താഴെ ഓൾറെഡി 2 ആണല്ലോ. അപ്പൊ 30ന്റെ എതിർവശത്ത് എത്ര നോക്കിയാൽ മതി? 1 അല്ലെ. അത് തന്നെ നമ്മൾ എഴുതിയാൽ മതി, കാരണം ഇതിൽ മാറ്റങ്ങൾ വരുന്നില്ല. അപ്പൊ 30ന്റെ എതിർവശത്ത് എത്ര വന്നു? 1 വന്നു. ഇനി അപ്പൊ ഇവിടെ ഹാഫ് ഇൻറ്റു പാദം എത്രയാണ്? 3 ഇൻറ്റു ലംബം എത്രയാണ്? 1. ഹൈറ്റ് 1 ആണ്. അപ്പൊ 3 × 1 3 തന്നെ. 3ന്റെ പകുതി അല്ലെ 3/2 എന്ന് എഴുതാം, അല്ലെങ്കിൽ 1.5 എന്ന് എഴുതാം. സ്ക്വയർ സെന്റിമീറ്റർ അഥവാ ചതുരശ്ര സെന്റിമീറ്റർ ആണ് അതിന്റെ പരപ്പളവ് അഥവാ ഏരിയ.
ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെയും 60 ഡിഗ്രിയുടെ എതിർവശത്താണ് ലംബം. നമുക്ക് ലംബം അഥവാ ഹൈറ്റ് വേണം പരപ്പളവ് കാണാനായിട്ട്. ഇവിടെ എന്താ തന്നിരിക്കുന്നത്? 90ന്റെ എതിർവശത്ത് 2 സെന്റിമീറ്റർ. 90ന്റെ എതിർവശത്ത് 2 ആണല്ലോ, അപ്പൊ ഇതിന് മാറ്റം വരുത്തണ്ടല്ലോ. 60ന്റെ എതിർവശത്ത് എത്രയാണ്? 60ന്റെ താഴെ √3 ആണ് കിടക്കുന്നത്. അപ്പൊ 60ന്റെ എതിർവശത്ത് നീളം √3 ആണ്. അപ്പൊ ഇവിടെയും ഏരിയ അഥവാ പരപ്പളവാണ്. ഹാഫ് ഇൻറ്റു പാദം ഗുണം ലംബം അഥവാ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പൊ ഏരിയ എത്ര വന്നു? ഹാഫ് ഇൻറ്റു പാദം അഥവാ ബേസ് 3, ഹൈറ്റ് √3, ലംബം √3. അപ്പൊ ഉത്തരം എത്ര? മുകളിൽ കിടക്കുന്ന സംഖ്യകളെല്ലാം കൂടെ ഗുണിക്കുക. അപ്പൊ 3√3 എന്ന് വന്നു. ബൈ 2 സ്ക്വയർ സെന്റിമീറ്റർ അഥവാ ചതുരശ്ര സെന്റിമീറ്റർ ആണ് അതിന്റെ ഏരിയ അഥവാ പരപ്പളവ്. ഇവിടെ 45 നമുക്ക് തന്നിരിക്കുന്നത്. 90ന്റെ എതിർവശത്ത് 2 സെന്റിമീറ്റർ. അപ്പൊ ഇതിന്റെ നേരെ താഴെ 2 എഴുതണം. നേരത്തെ ചോദ്യത്തിൽ ഇതേപോലെ വന്നിരുന്നു. അപ്പൊ √2 ഇല്ല. അപ്പൊ നമ്മൾ അതിനെ √2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 45ന്റെ എതിർവശങ്ങളെ കിട്ടും. താഴെ ഛേദത്തില് ഡിനോമിനേറ്ററിൽ റൂട്ട് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? √2 കൊണ്ട് മുകളിലും താഴെയും ഗുണിച്ചപ്പോ എന്ത് കിട്ടി? √2 എന്ന് ഉത്തരം കിട്ടി. നേരത്തെ ചോദ്യത്തിൽ സ്റ്റെപ്പ് എഴുതിയതാ, അതുകൊണ്ടാണ് എഴുതാഞ്ഞത്. ഇവിടെയും √2 വന്നു അല്ലെ. അപ്പൊ ഈ ഹൈറ്റ് എന്ന് പറയുന്നത് 45ന്റെ എതിർവശത്താണ്. അപ്പൊ അതിന് എത്ര കിട്ടി? √2 കിട്ടി. അപ്പോ പരപ്പളവ് അഥവാ ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു ബേസ് 3 ഇൻറ്റു ഹൈറ്റ് √2. അപ്പൊ 1 × 3 3, 3 × √2 3√2 ബൈ 2 സ്ക്വയർ സെന്റിമീറ്റർ അഥവാ ചതുരശ്ര സെന്റിമീറ്റർ എന്ന് നമുക്കിതിന്റെ ഏരിയ അഥവാ പരപ്പളവായിട്ട് കിട്ടി. ഇനി നമുക്ക് വേറെ കോണുകൾ വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളത് അടുത്ത വീഡിയോയിൽ പഠിക്കാം. കാരണം ഈ 2 റേഷ്യോ മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അതിനകത്ത് കോണുകൾ ഏതൊക്കെയാ? 30, 60, 90, 45, 45, 90. ഇതല്ലാത്ത കോണുകളുടെ അളവുകളും വരാമല്ലോ. ഏത് മട്ടത്രികോണത്തിലും വേറെ കോണിന്റെ അളവുകൾ വരാമല്ലോ. 25 വരാം, 36 വരാം. അങ്ങനെയുള്ള കോണുകൾ വരുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം.